ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂയന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിം ഗിരിസംഭൂതം രാമാംഭോനിധി സംഗത ശ്രീവന്ദ്യാമായനീ ഗംഗ പുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 93-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് തുളസീദാസ രാമായണത്തിലെ രാമചരിതമാനസത്തിലെ ഈ ഭരതൻ്റെ വനയാത്രയും ഭരതരാമ സംവാദവും ഒക്കെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ വിസ്തരിച്ച് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം തുളസീദാസൻ വളരെയധികം വിസ്തരിച്ചാണ് ഈ അയോധ്യയിൽ നിന്ന് ഭരതൻ വനത്തിലേക്ക് പുറപ്പെടാൻ നിശ്ചയിക്കുന്നവർക്ക് ജ്യേഷ്ഠൻ്റെ പാദകങ്ങൾ സ്വീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുന്നവരെയുള്ള ഭാഗം വളരെ വിസ്തരിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. 1100ഓളം വരികളിലായിട്ടാണ് അതിൻ്റെ വർണ്ണന. പേര് കണക്കാക്കിയാൽ സാധാരണ ഇതിലൊരു 100-ലധികം പുറങ്ങളിലായിട്ടാണ് ഈ വർണ്ണനയുള്ളത്. അതിൽ അനേക തരത്തിലുള്ള ഉപദേശങ്ങൾ വാൽമീകി രാമായണത്തിലോ മറ്റ് പ്രധാനപ്പെട്ട രാമായണങ്ങളിലോ കാണാത്ത വിധത്തിലുള്ള ചില രംഗങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. വനത്തിൽ രാമനും ഭരതനും തമ്മിൽ സംവാദം നടന്നുകൊണ്ടിരിക്കെ അവിടെ ജനക മഹാരാജാവ് വന്നു എന്നൊക്കെയുള്ള വിചിത്രങ്ങളായ കൽപ്പനകളൊക്കെ രാമചരിതമാനസത്തിലുണ്ട്. ധാരാളം ഉപദേശങ്ങൾ സന്ദർഭാനുസൃതമായി പല ദിക്കിലും ചേർത്തിട്ടുമുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യൻ ഭാഷകളിൽ രാമചരിത രാമായണത്തിലുള്ള അത്രയധികം ജനപ്രീതി വേറെ ഏതെങ്കിലും രാമായണത്തിൽ കിട്ടിയിട്ടുള്ള സംശയമാണ്. കാരണം ഉത്തരേന്ത്യൻ ഹിന്ദി ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യൻ ജനതകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രാബല്യം ചെലുത്തിയിട്ടുള്ള രാമായണം ഈ തുളസീദാസ രാമായണം. അതിന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് മലയാളത്തിൽ മനോഹരമായി ഒരു തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിനവലംബിച്ചാണ് നമ്മൾ പറയുന്നത്. അത് വളരെ വിസ്തരിച്ച് പറഞ്ഞാൽ 1-2 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്തത്ര വിപുലമായിട്ടാണ് ഈ തുളസീദാസൻ്റെ വർണ്ണനയുടെ. അത്രയൊന്നും ഇല്ലെങ്കിലും സാമാന്യമായിട്ട് നമുക്ക് നോക്കാം. അവിടെ രാജ്യത്ത് നിന്ന് ഭരതൻ തിരിച്ചു വന്നു. അച്ഛൻ്റെ ചരമ വാർത്തയൊക്കെ അറിഞ്ഞു. അതിന് ക്ഷുഭിതനായി. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അച്ഛൻ്റെ ശവസംസ്കാരം ചെയ്തു. അതിനുശേഷം രാജ്യസഭ ചേർന്നിട്ട് വസിഷ്ഠനാണല്ലോ കുലഗുരു, മന്ത്രിയൊക്കെയാണ്, ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ സഭ ചേർന്നിട്ട് ഭരതനോട് രാജ്യഭാരം ഏറ്റെടുക്കണം, അഭിഷിക്തനാവണമെന്ന് ആവശ്യപ്പെടുന്നവർക്കുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അവിടെ പറയാണ്, താതാഹിതാർത്ഥം ഭരതനുഷ്ഠിച്ചത് ഏതൊക്കെ എന്നുള്ളവർക്ക് വർണ്ണിച്ചിടാം. പിന്നെ മുനീശ്വരൻ നല്ലൊരു ഉപാസനം നന്നായി നിരൂപിച്ചു മാടമ്പിമാരെയും ആസ്തയാ മന്ത്രി ഇന്ദ്രരെയും വരുത്തി അങ്ങ് ആസ്ഥാനമണ്ഡപം തന്നെയിരുന്നിനാൻ. ഭരതൻ അച്ഛൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഇവന് വേണ്ടിയുള്ള ക്രിയകളൊക്കെ ചെയ്തു. അതിനുശേഷം വസിഷ്ഠൻ ആസ്ഥാനമണ്ഡപത്തിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി അത് വളരെ വിസ്തരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാണെങ്കിൽ, കൗടില്യമേറുന്ന കേകയാപുത്രിതൻ കൂടതന്ത്രം മുനി കേൾപ്പിച്ചത് ആദ്യമായി. ഭരതനോട് ഭരതൻ്റെ അമ്മയായ കൈകേയിയുടെ കൂടതന്ത്രങ്ങളൊക്കെ വിസ്തരിച്ചു കൊടുത്തു. എൻ്റെ അമ്മ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് സൂചിപ്പിക്കുക ചെയ്തതെന്ന് അർത്ഥം. പിന്നെന്ത് ചെയ്തു? അതിനുശേഷം പറഞ്ഞു, അച്ഛൻ മരിച്ചതിനെക്കുറിച്ച് ദുഃഖിക്കാനില്ല. അച്ഛൻ ശോചനീയനായ ഒരാളല്ല. നമ്മളൊരാളെപ്പറ്റി കഷ്ടം എന്നൊക്കെ പറയണമെങ്കിൽ അയാൾക്ക് നല്ലതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരണം, അല്ലെങ്കിൽ മോശമായ ജീവിതം നയിച്ച ആളായിരിക്കണം. അവരെ പറ്റിയൊക്കെ നമ്മൾ അനുശോചിക്കണം. പക്ഷേ അങ്ങനെയല്ല നിൻ്റെ അച്ഛനായ ദശരഥൻ ചെയ്തതെന്ന് വളരെ വിസ്തരിച്ചിട്ടാണ് വസിഷ്ഠൻ്റെ വർണ്ണന. വസിഷ്ഠൻ പറയാണ്, രാമ, ഈ ഭരത, നീ അറിയൂ, നിൻ്റെ അച്ഛൻ ചെയ്യേണ്ടതായ കൃത്യങ്ങളൊക്കെ ചെയ്തിട്ട്
മരിച്ചു പോയിട്ടുള്ള ആളാണ്. ആർക്കും തടുക്കാവതല്ല വിധീമതല്ല ലാഭവും നഷ്ടവും ജന്മവും മൃത്യുവും ശോഭന കീർത്തിയും കൈക്കുള്ളിലാണെന്ന് നല്ല പോലുള്ളത്തിനോർത്തറിഞ്ഞിടണം. എല്ലാം വിധിയുടെ കൈക്കുള്ളിലാണ്. ഈ ലാഭവും നഷ്ടവും ജനനവും മരണമൊക്കെ വിധിവിഹിതമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും അച്ഛൻ കൃതാർത്ഥനായിട്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. അവസാനത്തിൽ ഈ പുത്രദുഃഖം വന്ന് വിട്ടു എന്നുള്ളത് ശരിയാണെങ്കിലും യജ്ഞങ്ങളൊക്കെ ചെയ്തു, പ്രജകളെ വേണ്ട പോലെ പാലിച്ചു, മറ്റു വളരെ വിസ്തരിച്ചിട്ടാണ് അവിടെ പറയുന്നത്. പിന്നെ ദേവന്മാർ പോലും അസൂയപ്പെടുന്ന രീതിയിലുള്ളതായ ഭോഗൈശ്വര്യങ്ങളൊക്കെ ദശരഥൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ദുഃഖിക്കേണ്ടതേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നതാണ്. ഇത് പറയാൻ ധാരാളം ഉദാഹരണങ്ങൾ, ധാരാളം തരത്തിലുള്ള തത്വങ്ങളൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ആരെ പറ്റിയാണ് ദുഃഖിക്കേണ്ടത്? കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തവരെ പറ്റി, അനേക മോഹങ്ങൾ കൊണ്ട് നടന്നിട്ട് അതൊന്നും സാധിക്കാതെ അകൃതാർത്ഥരായി മരിച്ചുപോയവരെ പറ്റി എന്ന് പറഞ്ഞിട്ട് 4 വർണ്ണങ്ങൾക്കും യഥാർത്ഥത്തിൽ എന്താണ് ചാരിതാർത്ഥ്യമെന്നും എന്താണ് യഥാർത്ഥത്തിൽ അകൃതാർത്ഥത എന്നും ഒക്കെ വിസ്തരിച്ച് പറയാൻ അവിടെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ശോച്യൻ? നീതിതന്ത്രങ്ങളിൽ ജ്ഞാനമില്ലാതെയും ഭൂതലവാസി പ്രജകളെയൊക്കെയും ജീവനു തുല്യമായി സ്നേഹിച്ചിടാതെയും മേവുന്ന മൂർധാഭിഷിക്തനും ശോച്യനാം. ഓരോ വർണ്ണത്തെയും വിസ്തരിച്ച് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ക്ഷത്രിയന്മാരെ സംബന്ധിച്ചുള്ള മാത്രം പ്രധാനമായി എടുക്കാം. ആദ്യം പറയുന്നുണ്ട്, ബ്രാഹ്മൺ വേദവിജ്ഞാനമില്ലാത്ത ബ്രാഹ്മൺ, അറിവ് കണ്ടെത്തുന്നില്ലാത്ത ബ്രാഹ്മൺ ശോച്യനാണ്. അതുപോലെ ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം പ്രജാപാലനം വേണ്ടതുപോലെ നിർവഹിക്കാതിരിക്കുക, ജനങ്ങളെ വേണ്ട പോലെ സ്നേഹിക്കാതിരിക്കുക, ജീവനമൂല്യമായി സ്നേഹിച്ചിടാതെയും പ്രജകളെ ജീവനെ പോലെ കരുതേണ്ടതാണ് യഥാർത്ഥ ക്ഷത്രിയന്മാർ. അങ്ങനെയൊന്നും ചെയ്യാത്ത ആളിൽ ശോച്യനാണ്. നിൻ്റെ അച്ഛനായ ദശരഥൻ അങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നത്. അതേപോലെ വൈശ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും ധാർമ്മിക കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക, അതിഥികൾക്ക് ശുശ്രൂഷ ചെയ്യാതിരിക്കുക, അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളതായ വൈശ്യനും ശോച്യനാണ്. വിത്തവാനാകിലും ഏറ്റവും കൃപണനായി ഉത്തമ ആതിഥ്യം പുലർത്താതെ നിത്യവും ഈശ്വരഭക്തി വിമുഖനായേവുന്ന വൈശ്യനും ഓർക്കുവിൽ ശോച്യനത്രേകുലം. ഉള്ള വൈശ്യന്മാരും ആരാണ്? ശോച്യൻ. അവരെ പറ്റിയൊക്കെ ഖേദിക്കണം, കഷ്ടം എന്ന് പറയണമെന്ന് അർത്ഥം. എൻ്റെ അച്ഛൻ അങ്ങനെയെല്ലാം പറയേ വേണ്ടു, അതിനാണ് ഇത്രയൊക്കെ വിസ്തരിച്ച് പറയുന്നത്. പിന്നെ പറഞ്ഞു, ശൂദ്രന്മാരെപ്പോഴാണ് ശോച്യന്മാരായിത്തീരുന്നത്? വിപ്രജനങ്ങൾക്ക് അവമാനമേകിയും എപ്പോഴും നാവടങ്ങിയിടാതെ പേശിയും മാനവും വൈദുഷ്യഗർവവും പേറിയും മേവുന്ന ശൂദ്രനും ശോച്യനത്രേതുലവും. വർണ്ണാശ്രമധർമ്മങ്ങളിലൊക്കെ നല്ല വിശ്വാസത്തോടെയാണ് തുളസിദാസൻ എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ പഴയ വർണ്ണാശ്രമ സമ്പ്രദായത്തിൽ ശൂദ്രൻ എല്ലാവരെയും സേവിക്കേണ്ടവനാണ്, അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവനാണ്, ബ്രാഹ്മണാദി വർണ്ണങ്ങൾ എപ്പോഴും ബഹുമാനിക്കേണ്ടവനാണ് ഒക്കെയാണ് പഴയ സങ്കല്പം. അതൊന്നും ചെയ്യാത്തവനാണ് ശോച്യൻ എന്നാണ്. ആ കുലനീതികൾക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണന മുഴുവൻ. പിന്നെ സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. സ്ത്രീകൾ എപ്പോഴാണ് ശോച്യകളായിത്തീരുന്നത്? കഷ്ടം വന്നൊരു സ്ത്രീയെക്കുറിച്ച് പറയേണ്ടത് എപ്പോഴാണ്? കാന്തനെ വഞ്ചിച്ച് ജീവിച്ചിടുന്നവൾ കൗടില്യമേറുവോൾ സ്വേച്ഛാനുചാരിണി, വാക്കാണ കൗതുകം ശീലമായി തീർന്നവൾ ഇണക്കുള്ളൊരു നാരിയും ശോച്യയാം. ശീലമായി തീർന്നവൾ ഇക്കണക്കുള്ളൊരു നാരിയും ശോച്യയായം. ഭർത്താവിനെ വഞ്ചിക്കുക, കുലാചാരങ്ങൾ പാലിക്കാതിരിക്കുക, സദ്വൃത്തികൾ പാതിവൃത്യ ചാരിത്രാദി ഗുണങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനത്തെ സ്ത്രീകൾ ശോച്യരാണ്. ഇതൊക്കെ വസിഷ്ഠൻ പറഞ്ഞതായിട്ടാണ് തുളസി. വേറെ രാമായണത്തിൽ ഈ ഭാഗത്ത് ഇത്രയൊന്നും വിസ്തരണമില്ല. പിന്നെ പറഞ്ഞു, അതുപോലെ ഗൃഹസ്ഥന്മാരെപ്പോഴാണ് ശോച്യനാകുന്നത്? അതൊക്കെ നമ്മൾ ആ ഉപദേശത്തിൻ്റെ സാരസ് ഉൾക്കൊള്ളാൻ വേണ്ടി അതൊക്കെ പറയുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കഥാഭാഗമായിട്ട് നേരിട്ടതിന് ബന്ധമൊന്നുമില്ല വാസ്തവത്തിൽ. ഇതൊക്കെ വളരെ വലിയ വിസ്തരണമാണ്. കർമാവതത്തെത്തിരിക്കാൻ ഗൃഹസ്ഥനും ഭക്തി വിവേകങ്ങളില്ലാത്ത സംസാരരക്തരാം യോഗിയും ശോച്യനെന്നൂതിടാം. ധർമ്മപഥവും കർമ്മപഥവും തിരിക്കുന്ന ഗൃഹസ്ഥനും യോഗമാർഗത്തിൽ സഞ്ചരിക്കാത്ത സന്യാസിയൊക്കെ ശോച്യന്മാരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ അങ്ങനെയല്ല, വേണ്ടതൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്, എപ്പോഴും വാക്ക് പാലിച്ചിട്ടുള്ളവനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, വീരൻ ദശരഥൻ ശോച്യനല്ലി ഈരേഴു വാരിലും സുസ്പഷ്ടമാണ് തൽപ്രഭാവം. നിൻ പിതാവിനും സമാനനാം ഭൂവരൻ മുമ്പും ഇപ്പോഴുമില്ല, ഇനി ഉണ്ടായവരാ കീർത്തിച്ചിടുന്നുണ്ട് സൽഗുണഗാഥകൾ മൂർത്തികൾ മൂവരും ബാലവീരരും.
തുളസിദാസിൻ്റെ അതിശയോക്തിയുടെ അങ്ങനെ തന്നെയാണ് അവിടെ പറയുന്നത്. ദശരഥൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ത്രിമൂർത്തികൾ പോലും വർണ്ണിക്കുന്നുണ്ട്. കുറേ ഏറെ അതിശയോക്തിയാണ്. ത്രിമൂർത്തികളൊക്കെ വിഷ്ണു, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും ദേവന്മാരൊക്കെ കീർത്തിക്കുന്നുണ്ട് എന്നാണ്. അത്രയും കീർത്തിച്ചിടുന്നുണ്ട് തൽഗുണാഗാതകൾ മൂർത്തികൾ മൂവരും ദിക്പാല വീരരും. അങ്ങനെയുള്ളവനായ എൻ്റെ അച്ഛൻ സൽഗുണ സമ്പന്നനാണ്, പ്രജാപാലന തൽപരനായിരുന്നു, കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്ത ആളാണ്. ശ്രൗതത്താൽ വേദവിധി പ്രകാരമുള്ളതാണ്. സ്മാർത്ഥം എന്ന് പറഞ്ഞാൽ സ്മൃതികൾ അവലംബിച്ചാണ്. അങ്ങനെ ശ്രൗതവും സ്മാർത്ഥവുമായ യജ്ഞാദികളൊക്കെ വേണ്ട പോലെ ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാവിധത്തിലും ഭാഗ്യവാൻ മന്നവനില്ല, വിഷാദത്തിന് അല്പവും കാരണം. അതുകൊണ്ട് അച്ഛൻ മരിച്ചു പോലെ വെച്ച് ദുഃഖിക്കാനൊന്നുമില്ല. കർത്തവ്യങ്ങളൊക്കെ ചെയ്ത് കൃതകൃത്യനായി യശസ്സോടുകൂടിയാണ് നിൻ്റെ അച്ഛൻ മരിച്ചത്. അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല. രാജാപദം നിനക്കേകി മഹീവതി നീ ജനേകാജ്ഞയെ സത്യമാക്കിയിടണം. അപ്പോൾ പറഞ്ഞ് ഇത്രയും പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ രാജ്യം നിനക്കാണ് തന്നിട്ടുള്ളത്. ആ ജനകവാക്യത്തെ അനുസരിച്ചിട്ട് നീ അച്ഛൻ്റെ വാക്കിന് സത്യമാക്കി തീർക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഓർത്താൽ സ്വജീവനെക്കാളും നിർവാലനെ വേർത്തും പ്രിയങ്കരം വാക്കൊന്നു കണ്ടിടാം, വാക്കെന്ന് കണ്ടിടാം. താത നിയോഗം ചിരേസ വഹിച്ചു നീ ആദരിക്കൂ വരും നന്മയും മട്ടിലും. ദശരഥനെ സംബന്ധിച്ചിടത്തോളം ജീവനേക്കാൾ വലുത് വാക്കാണ്. അപ്പം അങ്ങനെ വാക്കിന് ജീവനേക്കാൾ വിലയുള്ളതായി കരുതുന്ന ആ അച്ഛനെ അനുസ്മരിച്ചിട്ട് നീ എന്ത് ചെയ്യുമോ അതനുസരിക്കൂ, രാജ്യം സ്വീകരിക്കൂ എന്നാണ് വസിഷ്ഠൻ്റെ നിർദ്ദേശം. അങ്ങനെ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഇനി അച്ഛൻ്റെ ആജ്ഞ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് തെറ്റാണെന്ന് തോന്നിയാൽ പോലും പിതരാജ്ഞ നടത്തുക എന്നുള്ളത് മക്കളുടെ കർത്തവ്യമാണ്. നമ്മളൊരു പാപവും വരാനില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നില്ല, അതിൽ നിന്ന് ഒഴിയാൻ പാടില്ല. പിത്രാജ്ഞമാനിച്ചു രാമദഗ്നൻ മാതൃഹത്യ നടത്തി ജഗത്തിതിൻ സാക്ഷിതാൻ തന്നെ അച്ഛനേകിനാൻ യൗവനം പൂരവും. ഒരു പുരാണത്തിലെ ഉദാഹരണങ്ങളൊക്കെ പറയാൻ. പണ്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം സ്വന്തം അമ്മയെ തന്നെ പരശുരാമൻ വധിക്കുകയുണ്ടായി. അച്ഛനാണ് പറഞ്ഞതെന്നുള്ളതുകൊണ്ടാണ്, ആ പിതൃവാക്യ ഗൗരവം വിചാരിച്ചിട്ടാണ്. പൂരുവാകട്ടെ യയാതിക്ക് തൻ്റെ യൗവനം തന്നെ കൊടുത്ത് അച്ഛൻ്റെ ജലാനന്ദ ഏറ്റുവാങ്ങിയുണ്ടായി. ഇതൊക്കെ പുരാണ പ്രസിദ്ധമായ കഥകളാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, തൻ തഥാശ ശാസനമാര് യുക്തായുക്ത ചിന്ത കൂടാതെ നടത്തുന്ന അമ്മകൻ സദ്യശസ്സനും സുഖത്തിനും പാത്രമാം വസ്ത്രാരി മന്ദിരവാസത്തിനർഹനം. അച്ഛൻ്റെ വാക്കാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ യുക്തി വിചാരമൊന്നും കൂടാതെ സ്വീകരിക്കണം എന്നാണ് ഇവിടെ വസിഷ്ഠൻ പറയുന്നത്. ഇതൊക്കെ വസിഷ്ഠൻ പറയുമെന്നുള്ള അത്ഭുതമാണ്. കാരണം വസിഷ്ഠൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലതിക്കും പല പുരാണങ്ങളിൽ കാണാം. പിന്നെ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും യുക്തിയുക്തമല്ലാത്തത് സ്വീകരിക്കരുതെന്ന് പറഞ്ഞ ആളാണ്. യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാലവി. യുക്തിയുക്തമായ പറഞ്ഞ വാക്ക് കുട്ടി പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതാണ്. മറിച്ച് അന്യത്രണം അത്യാജ്യം. അങ്ങനെ യുക്തിയുക്തമല്ലാത്ത വാക്ക് ബ്രഹ്മാവ് പറഞ്ഞാൽ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വസിഷ്ഠൻ എന്നല്ല, വ്യാസാദി ഋഷികളൊക്കെ ആ അഭിപ്രായക്കാരാണ്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ വസിഷ്ഠനെ ഉപദേശിക്കുക എന്നുള്ളത് വാസിഷ്ഠ രാമായണത്തിലാണ് ഈ ശ്ലോകമുള്ളത്. അതുകൊണ്ട് ആ വസിഷ്ഠൻ തന്നെ പറഞ്ഞു എന്ന് പറയുന്നത് അന്യത്രണം അത്യാജ്യം അപ്യുക്തം പൽപ്പജന്മന എന്ന് പറയുന്നത്. സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ പോലും യുക്തിയുക്തമല്ലാത്ത വാക്ക് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ആളാണ് വസിഷ്ഠൻ. അങ്ങനത്തെ വസിഷ്ഠനാണ് യുക്തിയൊന്നും ആലോചിക്കേണ്ടതില്ല, ചിന്ത കൂടാതെ തന്നെ സ്വീകരിക്കണം എന്നൊക്കെ ഇവിടെ ആ വസിഷ്ഠനെ കൊണ്ടാണ് തുളസിദാസൻ പറയിക്കുന്നത്. ഇവിടെ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നതാണ്, തൻ താതശാസനമാര് യുക്തായുക്ത ചിന്ത കൂടാതെ നടത്തുന്നിതമ്മകൻ. അങ്ങനെയുള്ള ആൾക്ക് സദ്യശസ്സിനും സുഖത്തിനും പാത്രമാം. അത് കീർത്തി ഉണ്ടാവും, സുഖം ഉണ്ടാവും, ഇന്ദ്രലോകത്തിന് വാസത്തിന്, ഇന്ദ്രലോകത്തിൽ സ്വർഗലോകത്തിൽ വസിക്കാൻ ആൾ അർഹനാണെന്നൊക്കെയാണ്. നമ്മളെ ദേശീയം ആത്മീയമായിട്ട് കാണുന്നതോ ധർമാധർമ്മം ഇല്ലാതെ ഇതാൽ പിതൃക്കളെ പോലും ശാസിക്കേണ്ടതാണെന്നാണ് ലക്ഷ്മണനും രാമനൊക്കെ പറഞ്ഞത്. പിന്നെ ന്യായാന്യായം കൂടാതെ താൻ ഗുരുവാണ്, താൻ ശാസിക്കാൻ അധികാരമുള്ള ആളാണെന്ന് വെച്ചിട്ട് മാത്രം അന്യായമായ വാക്ക് പറഞ്ഞാൽ സ്വീകരിക്കേണ്ടതില്ല എന്നാണ് അർഷമായ തീരുമാനം. ഗുരുവോരപ്പതിന് ഞാൻ എന്ന് പറയുന്നുണ്ട്. ഗുരുവാണെങ്കിൽ പോലും യുക്തിയൊന്നുമില്ലാതെ പറഞ്ഞ വാക്കിനനുസരിക്കേണ്ടതില്ല എന്നാണ്. എന്തായാലും ഈ തുളസീദാസരാമാണ് ഇങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് വളരെ വിസ്തരിച്ചാണ് പറയുന്നത്. ഏവമനുഷ്ഠിക്കുഴി ഉള്ളം കുളിർത്തിടും
ദേവാപുരം ബുക്കു സാധനവും നിർണയം ഇനിയിപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞല്ലോ, അച്ഛൻ്റെ വാക്ക് പാലിക്കണ്ടെന്ന് വിചാരിക്കരുത്. മരിച്ചെങ്കിൽ കൂടി അച്ഛൻ്റെ പിതൃലോക പ്രാപ്തിക്കും പിതൃലോകത്തിൽ സുഖമായി കഴിയാനും നിനക്ക് നല്ലതാണ്. ദേവമനുഷ്ഠിക്കിലുള്ളം കുളിർത്തിടും ദേവാപുരം ബുക്കതാതന്നു നിർണയം പുണ്യവും കീർത്തിയും ഉണ്ടാം നിനക്കെടോ വന്നു ചേരാനില്ല ദോഷം തരിമ്പുമേ. ആർക്ക് സിംഹാസനം നൽകുന്നു ജന്മതൻ ആ കുമാരൻ തന്നെ രാജ്യാധികാരിയാം. പല ന്യായങ്ങളാണ് വസിഷ്ഠൻ പറയുന്നത്. അതായത് ആർക്കാണോ അച്ഛൻ രാജ്യം പ്രദാനം ചെയ്തത്, ആര് രാജാവാകണമെന്നാണോ അച്ഛൻ്റെ വാക്ക്, അയാൾ ഞാൻ രാജാധികാരി. വേറെ പ്രമാണങ്ങളോ പാരമ്പര്യമൊന്നും നോക്കേണ്ടതില്ല എന്നാണ്. അതായത് പാരമ്പര്യം എന്താണെന്ന് നോക്കേണ്ടതില്ല. അതേസമയം നമ്മൾ വാൽമീകി രാമായണത്തിൽ കാണുന്നതോ ഇക്ഷ്വാകു വംശത്തിലെ പാരമ്പര്യം മുഴുവൻ പറഞ്ഞിട്ട് അവിടെ വസിഷ്ഠൻ പറഞ്ഞത് മൂത്ത പുത്രൻ രാജാവാകുക എന്നുള്ളതാണ് ഇക്ഷ്വാക്കുകളുടെ വംശപാരമ്പര്യം എന്ന് രാമനോട് പറയുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേസമയം ഇവിടെയോ ഇവിടെ പറയുന്നത് അതൊന്നും നോക്കേണ്ടതില്ല. അച്ഛൻ എന്താണോ പറഞ്ഞത്, അച്ഛൻ ആർക്കാണോ രാജ്യം കൊടുത്തത്, ആ രാജാവായിരിക്കുന്നയാൾ ഏത് മകന് രാജ്യം കൊടുക്കണമെന്ന് കൽപ്പിച്ചുവോ ആർക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് പിൽക്കാലത്ത് ഈ ഇതിഹാസത്തിൽ കാണുന്ന ആ ധാർമ്മിക ബോധത്തെയും ആ ധാർമ്മിക അനുശാസനത്തെയൊക്കെ പിൽക്കാല കവികൾ എങ്ങനെയൊക്കെ വ്യതിചലിപ്പിച്ചു എന്ന് കാണിക്കാനും കൂടിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത്. ഇവിടെ പറയുന്നത് അതുകൊണ്ട് എന്ന് വേദങ്ങളും മാന്യതാൻ ലോകരവും ഒന്നുപോലെ സമ്മതിച്ചിടുന്നുണ്ട് പോലെ ഒക്കെ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് വിഷമമാണ്. വേദങ്ങൾ തന്നെ പറയുന്നത് എന്താണ്, അച്ഛൻ എന്താ പറഞ്ഞാൽ അത് ചെയ്യേ വേണ്ടു എന്നാണ്. ധർമാധർമ്മങ്ങളൊന്നും ആലോചിക്കേണ്ടതില്ല. രാജാധികാരത്തിൻ്റെ കാലത്ത് രാജാവ് ആരാണോ രാജാവ് എന്ന് നിശ്ചയിക്കുന്നത് ആ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. മാമകവാക്യം നിനക്കോഹിതകരം ഭൂമി പാലിക്കുക വാട്ടം ഒഴിഞ്ഞു നീ ബോധലാനാഥനായി എന്ന് കേൾക്കവേ സീതയും രാമനും ആനന്ദമാണെന്നിലും വേറെ ചില ന്യായം പറഞ്ഞു. ഇനിയിപ്പോൾ ജ്യേഷ്ഠനോ ജ്യേഷ്ഠനിക്കോ ഒക്കെ അപ്രിയമായി തീരുമോ, രാമൻ അവകാശപ്പെട്ടതായ രാജ്യം താൻ സ്വീകരിച്ചാലെന്ന് വിചാരിച്ചിട്ടും ഭരതൻ ശങ്കിക്കേണ്ടതില്ല, അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ന്യായവും ലൗകികമായ യുക്തിക്കനുസരിക്കുന്നതുമാണ്. അതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാം, ഈ രാജ്യം സ്വീകരിക്കാം. യുക്തമായില്ലതെന്ന് ഓതുകയില്ല അഭീയുക്തരായുള്ള ജനങ്ങളിൽ ആരുമേ. രാമമ്പ തൊട്ടുള്ള ദേവിമാരും പ്രജാക്ഷേമം വിചാരിച്ച് സൗഖ്യം പുഞ്ഞിടും. രാമൻ്റെ അമ്മയായ കൗസല്യക്ക് വിഷാദം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതും ഉണ്ടാവില്ല, അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞിട്ട് ഭരതനെ രാജ്യം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കാൻ. അതുകൊണ്ട് ആകയാൽ അമ്മമാരെല്ലാം യഥോചിതമാദരിച്ചിടും കുമാര നിന്നെ ഭൃജം കാനനവാസം സമാപ്തമാക്കിക്കൊണ്ട് മാനവനാഥനിങ്ങെത്തുന്ന വേളയിൽ അർപ്പിച്ചിടാൻ രാജ്യഭാരം നിനക്കെടോ. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് വിഷമമുണ്ട്, ജ്യേഷ്ഠന് അവകാശപ്പെട്ടാണല്ലോ, ജന്മസിദ്ധമാണല്ലോ ജ്യേഷ്ഠന് രാജ്യം എന്നാ വിചാരമെങ്കിൽ 14 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വരുമല്ലോ. അന്ന് തിരിച്ചു വരുമ്പോൾ ആ രാമൻ രാജ്യം കൊടുക്കാം, അത് ശങ്കിക്കണില്ല. ഇതൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഭരതൻ്റെ പ്രതികരണം കവി വർണ്ണിക്കുകയാണ്. ഈ അരുളപ്പാട് കേട്ടു തൊഴുതുകൊണ്ടാ ഇവ അമന്നനോടോതി ഈ മന്ത്രിന്ദ്രനും ദേശം മടിക്കാതെ തീർച്ചയായും ഭവാൻ ദേശിക ദേശം അംഗീകരിക്കണം. മറ്റുള്ള മന്ത്രിമാരൊക്കെ ഈ വസിഷ്ഠൻ്റെ വാക്യത്തെ അനുകൂലിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നിട്ടും ഭരതൻ്റെ വാക്ക് പെട്ടെന്നൊന്നും കവി പറയുന്നില്ല. അതിനുള്ള ആമുഖമായിട്ട് വീണ്ടും കുറേ പറയാണ് ചേതസ്സുറപ്പിച്ചു കൗസല്യ ചൊല്ലിനാൾ. കൗസല്യം പറഞ്ഞു ഞാൻ. ഇതൊന്നും വാൽമീകിയോ മറ്റ് കവികളൊന്നും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണ്. മൊത്തം ഹിതകരമാചാര്യശാസനം നന്മയ്ക്ക് കാരണമാണിതെന്നോർത്തു നീ നിൻമുറ തെറ്റാതനുഷ്ഠിക്ക സാദരം. ഇങ്ങനൊരു അഭിപ്രായം കൗസല്യ പറഞ്ഞതായിട്ട് മറ്റ് രാമായണകാരന്മാരും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നതാണ്, ആ സദസ്സിലുണ്ടായിരുന്ന കൗസല്യം പറഞ്ഞു, അല്ലയോ ഭരത, ഗുരുവിൻ്റെ നിർദ്ദേശം കുലഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ളൂ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഭരതൻ്റെ പ്രതികരണം വളരെ സാവകാശത്തിലെ അദ്ദേഹം വർണ്ണിക്കുന്നുള്ളൂ. കാലജക്തിൻ ഗതിയാണിതൊക്കെയും ബാല നീ താപമകറ്റി വാണിയിടുക. കാനനം പോകി കുമാരൻ അനുരാഘവൻ വാനോർ വരുത്തിങ്കലായി നരേശ്വരൻ. ഈ ദൃശാവസ്ഥയിൽ ധൈര്യമില്ലാതെ നീ കാതരഭാവത്തിൽ പോവുകയോ. ഇത്രയൊക്കെ കടത്തിയാണ് പറഞ്ഞത്. ഏതായാലും നിൻ്റെ ജ്യേഷ്ഠൻ കാട്ടിൽ പോയി കഴിഞ്ഞു, എൻ്റെ മകനായ രാമൻ കാട്ടിലാണുള്ളത്, രാജ്യം ഭരിക്കാൻ ആരുമില്ല. ആ ഒരു ഘട്ടത്തിൽ ഈ ദൃശാവസ്ഥയിൽ നിന്നാണ്, ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ രാജ്യം ഭരിക്കാൻ ശേഷിയില്ലാത്തവനായിട്ട് കാതരഭാവം, ദയനീയഭാവം കൈക്കൊള്ളുകയാണോ ചെയ്യുന്നത്? അത് ശരിയല്ല എന്നാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്, മന്ദിരവാസികളുടെ നാട്ടുകാർ മന്ത്രിമാരെന്നല്ല മാതാക്കൾ ഞങ്ങൾ എല്ലാവർക്കുമേ ഈ
അഭാഗ്യത്തിൻ്റെ മൂർധന്യസന്ധിയിൽ നീ ഒരാൾ മാത്രമാണ് ആശ്രയം നന്ദന. രാജ്യം ഭരിക്കാൻ നീ തയ്യാറാവുന്നില്ല, വലിയ കഷ്ടമാണ്, അമ്മമാരായ ഞങ്ങൾക്കത് വേദന ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ്. ഇങ്ങനെ എത്ര ദീർഘമായ പ്രസംഗമാണ് കൗസല്യയെ കൊണ്ട് ചെയ്യിച്ചത്. ഇങ്ങനെയാണ് ഈ തുളസീദാസ് രാമായണം ഇത്രയധികം വിസ്തൃതമാക്കിയത്. എന്നിട്ടും കൗസല്യ നിർത്തിയില്ല, കുറേ പറഞ്ഞു. പിന്നെ അന്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്തെന്നിൽ ചുമത്തും ദോഷങ്ങളൊക്കെ ഞാൻ സൽഗുരു കൽപ്പന ചൂടുക മൗലിയിൽ. എന്നാലും വേറൊരാൾ കൈകയൊന്നും കുറ്റപ്പെട്ട് കാര്യമില്ല എന്നാണ് അവിടെ കൗസല്യ പറയുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, ഗുരുനാഥനായ വസിഷ്ഠന്റെ വാക്ക് പാലിച്ചുകൊള്ളുക നാട്ടാരെയൊക്കെയും എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് തുളസീദാസ് നേരിട്ട് തന്നെ ജലതിക്കലൊക്കെ സ്വയം പ്രസംഗിക്കുക ചെയ്യുക. തുളസീദാസ് രാമായണത്തിൻ്റെ സമ്പ്രദായമാണ്. തുളസിയായ ഞാനിങ്ങനെ പറയുന്നു, തുളസി ഇതിനെപ്പറ്റി വാഴ്ത്തുന്നു എന്നൊക്കെ കവി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറയും. എവിടെ പറയാണ്, തത്സഹജ സ്നേഹമാതിരി വാഴ്ത്തിനാൻ സഭാവാസികൾ ചൊല്ലു തുളസി. തുളസിയായ ഞാനിതാ പറയാണ്. തുളസി കവി തന്നെയാണ്, കവി പറയാണ്. ഞാനിങ്ങനെ പറയാണ്, ധർമ്മധുരന്തരനായ ഭരതനും തൻ മനസ്സ് ഒട്ട് ഉറപ്പിച്ചുകൊണ്ടുടൻ ഉത്തരം ചൊല്ലി ഞാൻ താമര ഒട്ട് പോലെ ഹസ്തങ്ങൾ ഒപ്പി സുധാമധുരോക്തിയാൽ. ഇങ്ങനെ വസിഷ്ഠനും മന്ത്രിമാരും രാമൻ്റെ മാതാവായ കൗസല്യൊക്കെ പറഞ്ഞു കേട്ടു. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിൽ ഇളക്കമൊന്നുണ്ടായില്ല ഭരതന്. അദ്ദേഹം കൈകൾ താമരമുട്ട് പോലെയാക്കി പിടിച്ചിട്ട് തൊഴുകൈകളോടുകൂടി പറഞ്ഞു. ഇതൊക്കെയാണ് പറഞ്ഞത്, നാത്താരമത്തിലും കൊണ്ടാടിടും വിധം ശ്രേഷ്ഠോപദേശം എനിക്ക് നൽകി ഗുരു. അമ്മയോ ഔദിത്യബോധമാർന്നെന്നോട് ധർമ്മം പുലർത്തുവാൻ കൽപ്പിച്ചതിനാൽ ഒക്കെ ശിരസാ വഹിച്ചനുഷ്ഠിക്കുവാൻ തർക്കമറ്റ് ആഗ്രഹിച്ചിടുകയാണ് ഞാൻ. വളരെ സന്തോഷപൂർവ്വമാണ് ഭരതൻ പറയുന്നത്. നിങ്ങളൊക്കെ ഉപദേശിച്ചു, നാട്ടുകാർക്കൊക്കെ ഇഷ്ടമായ വാക്കാണ് ഗുരുനാഥൻ പറഞ്ഞത്. എനിക്കാകട്ടെ അച്ഛന്മാരെയോ ഗുരുക്കന്മാരെയോ വാക്ക് തെറ്റി നടക്കണമെന്ന് വിചാരമില്ല. പക്ഷേ ഇക്കാര്യം എനിക്ക് അസാധ്യം തന്നെയാണെന്ന് പറയാൻ പുറപ്പെടുകയാണ്. വേണ്ടതൊക്കെ അങ്ങനെയാണ്, സാമാന്യമായ ധർമ്മം അങ്ങനെയാണ്. ഗുരുവിൻ്റെയും രക്ഷിതാക്കളുടെ വാക്ക് പാലിക്കുന്നതാണ് വേണ്ടത്. അതെനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ എന്താ ബുദ്ധിമുട്ടുള്ളത്, തർക്കമറ്റാഗ്രഹിച്ചിടുകയാണ് ഞാൻ വന്ദനീയൻ ഗുരു മാതാപിതാക്കളും. അവരൊക്കെ ഗുരുക്കന്മാരും അച്ഛന്മാരൊക്കെ പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്, തള്ളിക്കളയാൻ പാടില്ലാത്ത ഇതൊക്കെ എനിക്കറിയാമെന്നാണ്. പക്ഷെ അതൊക്കെ ആണെങ്കിലും എന്താണ്, മായ ഞാൻ സാധാരണയിലത് മായം കൂടാതെ അനുസരിക്കുകയും ചെയ്യും. അറിഞ്ഞു തെളിഞ്ഞ് നിർമ്മായ മനുസരിച്ചിരണമാരുമേ അമ്മട്ടു ചെയ്യാതെ ശങ്ക പൂണ്ടിയിടുക ധർമ്മം നശിച്ചു പോകും, പാപം ഉണ്ടായി വരും. ഈ പ്രകരണമൊക്കെ കേട്ടാൽ തോന്നുന്നതാണ്, ഭരതൻ നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ അനുസരിക്കാൻ ധർമ്മം, അതുകൊണ്ട് ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറയുന്നതാണ്. ഈ ഉപക്രമമൊക്കെ കേട്ടാൽ തോന്നുന്നത് എനിക്കിതൊക്കെ അറിയാം, അച്ഛന്മാർ അനുസരിക്കാവേണ്ടത്, അല്ലാത്ത ആൾ നശിച്ചു പോകുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ സ്വീകരിക്കില്ല എന്നാണ്. കാരണം എനിക്ക് വളരെയധികം ശങ്കകൾ പിന്നെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് ഇനിയും വിസ്തരിക്കുന്നതാണ്. നന്നായി അറിയുന്നു ഞാനിത് എന്നാകിലോ ഇന്ന് സന്തോഷം വഹിപ്പിയ മന്മനം. നിങ്ങൾ പറഞ്ഞതൊക്കെ നീതിശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും രാജധർമ്മത്തിൻ്റെയും ഒക്കെ തലകളിൽ ശരിയായിരിക്കാം. പക്ഷെ മനസ്സിന് സന്തോഷം തരാത്ത ഒന്നിങ്ങനെ ധർമ്മമായി തീരും. അതുകൂടിയുണ്ടല്ലോ, ധർമ്മമാണെന്ന് പറഞ്ഞത് ആചരിക്കുന്ന കാര്യം അനുഷ്ഠാതാവിന് സന്തോഷം ഉണ്ടാക്കണം. മറിച്ച് ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം ധർമ്മമാണെന്ന് ഇങ്ങനെ പറയും, അവർ ന്യായമാണ് ഈ ഭരതം മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വന്ധ്യരാൻ നിങ്ങളൻ പ്രാർത്ഥന കേൾക്കണമെന്ന് കനിഞ്ഞ് ഉപദേശം അരുളണം. ഉത്തരം ചൊല്ലുവാനൊരുങ്ങുന്നു ഞാൻ എൻ്റെ കുറ്റം പൊറുക്കണം നിങ്ങളെല്ലാവരും. ഉത്തപ്തചിത്തവൻ ദോഷഗുണങ്ങളെ സത്തുക്കളുണ്ടോ ഗണിക്കുന്നു വാരിൽ. സ്വർഗസ്ഥനായി പിതാവ് സീതായുധനഗ്രഹനെത്തീവന പ്രദേശത്തിലും പൂജ്യരാൻ നിങ്ങൾ ഇന്നോതുന്നു ഇതെന്നോട് രാജ്യഭാരം ഏറ്റുകൊണ്ടിടുവാൻ ഒക്കെ ആവർത്തി പറയാണ്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ചുരുക്കി പറയാണ് ഭരതൻ. അച്ഛൻ സ്വർഗസ്ഥനായി കഴിഞ്ഞു, ജ്യേഷ്ഠൻ കാട്ടിലും പോയി കഴിഞ്ഞു, അതുകൊണ്ട് രാജ്യം അനാഥമായി തീരും, ഭരിക്കണമൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇതൊക്കെ ഞാനും സമ്മതിക്കുന്നു. എന്തിതിയിൽ എന്നുടേ നന്മയോ നിങ്ങൾ സ്വന്തം കിതമോ എളിപ്പോ ആവശ്യം. നിങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് രാജ്യം സ്വീകരിക്കുമോ, ന്യായമാണെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ നന്മ വിചാരിച്ചിട്ട് പറയുകയാണോ, അല്ല നിങ്ങളുടെ സ്വാസ്ഥ്യത്തിന് വേണ്ടി പറയുകയാണോ എന്നാണ്. അത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം പലപ്പോഴും പലരും ഉപദേശിക്കുന്നത് ഉപദേശം ആർക്ക് കൊടുക്കുന്നുവോ അയാളുടെ ഗുണത്തിന് വേണ്ടിയല്ല, അവനവൻ്റെ ഗുണത്തിന് വേണ്ടിയായി എന്ന് വരാം. രാജ്യം അനാഥ ഇപ്പോൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമാണ്. മറിച്ച് ഭരതൻ രാജ്യത്തെടുത്ത് കഴിഞ്ഞാൽ ആശയക്കുഴപ്പങ്ങളൊക്കെ തീർന്നു,
തൽക്കാലം രാജ്യത്ത് സമാധാനമായി, അരാജകത്വം പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മന്ത്രിമാർക്കൊക്കെ സന്തോഷമാണ്. ഒരു വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് ക്ലേശിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്നോട് ഈ ഉപദേശിക്കുന്നത് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തീർക്കാൻ വേണ്ടിയാണോ, അതോ എൻ്റെ ഗുണത്തിനാണോ എന്നാ ഭരതൻ ചോദിക്കുന്നത്. എന്തിതിയിൽ എന്നുടെ നന്മയോ നിങ്ങതൻ സ്വന്തം ഹിതമോ എണിപ്പ് ഭവാദൃശം എന്ന സംശയം വല്ല ചോദ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇതിൻ്റെയൊക്കെ ഉപദേശിക്കുന്നത്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോ ബന്ധുക്കളൊക്കെ ആകുമ്പോൾ പലപ്പോഴും ഉപദേശം കൊടുക്കുന്നയാൾക്ക് ഗുണകരമായതും ഉപദേശം കൊടുക്കുന്നയാൾക്ക് അതുകൊണ്ട് വല്ല പ്രയോജനമോ സങ്കടമൊക്കെ ഇല്ലാതിരിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാനൊക്കെയാണ്. അല്ലാതെ ഉപദേശിക്കപ്പെടുന്ന ആൾക്ക് പ്രയോജനമുണ്ടോ, അയാളുടെ മനസ്സിന് ഹിതമാണോ ഒന്നും ആലോചിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് പറയാണ്, കാണുന്നത് നന്മയെങ്കിൽ ഓതാമതു ജാനകി നായക പാദ സംസേവനം. ഇനി എൻ്റെ നന്മ വിചാരിച്ചാൽ നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ കരുതുന്ന പോലല്ല. എനിക്ക് ഈ രാജ്യഭാരം ഏറ്റെടുക്കുന്നതിനേക്കാൾ ഹിതകരമായത്, മനസ്സിന് സന്തോഷപ്രദമായത് എന്താണ്? ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാലുകൾ സേവിക്കുകയാണ്. രാജാധികാരനായിട്ട് നിങ്ങൾ പറഞ്ഞ ന്യായങ്ങളൊക്കെ പ്രമാണിച്ചിട്ട് സിംഹാസനസ്ഥനായി രാജ്യഭാരം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? എനിക്ക് നന്മയായിട്ട് തോന്നുന്നത് ജാനകി നായക പാദ സംസേവനം. ആ സീതാവതിയായിരിക്കുന്ന രാമൻ്റെ കാലടികളെ വന്ദിക്കുക, കാലടികളെ സേവിക്കുക എന്നുള്ളതാണ് എനിക്ക് നന്മയായിട്ട് തോന്നുന്നത്. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെയും പൊതു നന്മയൊക്കെ വിചാരിച്ച് ഇങ്ങനെ പറയുന്നതല്ലേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് ദുഷ്ടത മൂലമെന്നമ്മ ഞാൻ കയ്യെ നഷ്ടമാക്കിയിടിനാളാ മഹാഭാഗ്യവും മുറ്റും നിനച്ചു ഞാൻ കണ്ടിതൻ നന്മയ്ക്ക് മറ്റൊരു ഉപായവുമില്ലെന്ന വാസ്തവം. എൻ്റെ അമ്മയുടെ ഈ ദുഷ്ടത കൊണ്ട് ആ രാമപാദങ്ങളെ സേവിക്കാനുള്ള അവസരം എനിക്കില്ലാതായി. അത് ഞാൻ കാട്ടിലേക്ക് പോയല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണ്? നീലാളി വർണ്ണനും സീതയും ലക്ഷ്മണബാലനും ഇല്ലാതെ കാണപ്പെടുകയാൽ ശോകങ്ങൾ ചൂഴ്ന്നൊരു ഈ രാജസിംഹാസനം ഗണിച്ചിടുന്നത് ആരെന്തിനോർക്കുകിൽ. ആ രാമലക്ഷ്മന്മാർ സീതയില്ലാത്ത അവരൊക്കെ ബഹിഷ്കരിച്ചു പോയതായി അയോധ്യയിലെ ഈ രാജസിംഹാസനത്തെക്കുറിച്ച് തനിക്ക് യാതൊരു മതിപ്പുമില്ല എന്നർത്ഥം. ആടകളില്ലാതിരിക്കുന്ന മേനിയിൽ ഘാടക നിർമ്മിത ഭൂഷകൾ എന്തിനായി? അവിടെ രസകരായ ഉദാഹരണമാണ്. വസ്ത്രങ്ങളൊന്നുമില്ല, നഗ്നമായിരിക്കുന്ന ശരീരത്തിൽ ആഭരണങ്ങൾ കൊണ്ട് മാത്രം എന്ത് നിവയ്ക്കാൻ. ആഭരണങ്ങളൊക്കെ ആരണിയുന്നോ അയാൾക്ക് തേജസ്സുണ്ടാവണമെങ്കിൽ എന്ത് വേണം? വസ്ത്രങ്ങളും കൂടി വേണം. വസ്ത്രമൊന്നും ഇല്ലാതിരിക്കുന്നത് പരിഹാസ്യമായൊരു സംഗതിയാണ്. അപ്പോൾ നഗ്നമായ ശരീരത്തിൽ കാതിലും കഴുത്തിലും കയ്യിലൊക്കെ ആഭരണമൊക്കെ ഉണ്ട്, വസ്ത്രങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പരിഹാസ്യതയാണ്. അതുപോലെയാണ് ആ രാമലക്ഷ്മണന്മാർ സീതയില്ലാത്ത ഈ അയോധ്യ. അവിടെ ഞാൻ ഇരിക്കുന്നത് എന്തിന് ചോദിക്കാൻ. ആടകളില്ലാതിരിക്കുന്നവേനി ഈ കാടകാൽമിതാഭൂഷകൾ എന്തിനായി? നിർമ്മല വൈരാഗ്യമില്ലെന്നിരിക്കുകയിൽ ബ്രഹ്മാവിചിന്തനം കൊണ്ടെന്തു അൻഫലം. വേദാന്ത തത്വങ്ങളെ പലതരത്തെ തത്വങ്ങളെയും ഇവിടെ പ്രവേശിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. പിന്നെ ചോദിക്കുകയാണ്, വൈരാഗ്യം മനസ്സിലില്ലെങ്കിൽ ബ്രഹ്മവിചാരം കൊണ്ടെന്ത്? ബ്രഹ്മസൂത്രങ്ങളോ അല്ലെങ്കിൽ വലിയ തത്വചിന്തകളോ ഒക്കെ ആലോചിക്കുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുകയോ ചെയ്യുന്നു. പക്ഷേ കാമഭോഗങ്ങളിലെ ലവലേശം വൈരാഗ്യം ഒരാൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചിന്ത കൊണ്ടോ ഈ പഠനം കൊണ്ടോ എന്താണ്? അതുപോലെയാണ് രാമലക്ഷ്മണന്മാരില്ലാത്ത സീതയില്ലാത്ത ഈ ലോകം എന്ന് പറയാണ്. രോഗാവിഭാസമായി തീർന്ന ദേഹത്തിനു ഉപഭോഗങ്ങൾ കൊണ്ടില്ല കാര്യമെന്തെങ്കിലും, ശ്രീഹരി ഭക്തിയില്ല ഉൾക്കമ്പിലെങ്കിലോ യോഗജാപാതികൾ നിഷ്ഫലമല്ലയോ. ജീവനൊഴിഞ്ഞ് പോയിപ്പോയെന്നിരിക്കുകയിൽ കേവലം ദേഹസൗന്ദര്യം നിരർത്ഥകം എന്ന പോലെ ആര്യനാം ശ്രീരാമചന്ദ്രനിൽ ഇല്ലെങ്കിൽ എനിക്കുള്ളതൊക്കെയും നിഷ്ഫലം. വളരെ വിശദമായിട്ടാണ് പറയാണ്. ശരീരത്തിൽ ജീവനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എന്തുണ്ടായിട്ട് എന്താണ്? കിരീടം വെച്ചിരിക്കുന്നു, വില കൂടിയ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നു, വസ്ത്രങ്ങളൊക്കെ പകിട്ടുള്ളതും വില കൂടിയതുമാണ്. പക്ഷേ ധരിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ ജീവനില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ്? അതുപോലെ രാമനില്ലാത്ത അയോധ്യ, രാമനില്ലാത്ത ഈ രാജ്യം തന്നെ അപകടകരമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്തട്ട രാമാന്തികത്തിലേക്ക് ജനം സത്തുക്കൾ നിങ്ങൾ അനുമതി നൽകുവിൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ആ രാമപാദങ്ങളിൽ ചെന്ന് വീഴലാണ് അർഹമായി തോന്നുന്നത്. അതാണ് എന്നെ കൃതാർത്ഥനാക്കുന്നത്. ആ രാമപാദാബ്ദങ്ങളെ സേവിക്കലാണ് ഞാൻ വലുതായിട്ട് കരുതുന്നത്. ഈ സിംഹാസനത്തിൻ്റെ പ്രൗഢിയോ അതുകൊണ്ടുണ്ടാക്കുന്ന അത് എത്തിച്ചേരുന്ന ഭോഗവിലാസങ്ങളോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധീരധീരമായിട്ട് അവരോട് അഭ്യർത്ഥിക്കാൻ. നിങ്ങൾ അങ്ങനെ അതിനുശേഷം അഥവാ ജ്യേഷ്ഠൻ ഇഷ്ടപ്രകാരം ചെയ്യാൻ, ഞാൻ ആ ജ്യേഷ്ഠനെ പോയി
അഭയം പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. നീയൊന്നു മാത്രമേ എനിക്ക് അഭീഷ്ടമൃതം ശ്രേയസ്കരം എന്ന് ചിന്തിച്ചിടുന്നു ഞാൻ. പാർത്ഥിവനായ എന്നെ വാഴിച്ചുകൊള്ളുവതിൽ സ്വാർത്ഥമേ നിങ്ങൾക്ക് ലക്ഷ്യവും കാംക്ഷയും എന്ന് പറയാൻ ഗുരുനാഥനായ വസിഷ്ഠനമ്പുരി വെച്ച് പോലും പറയാൻ ഭരതൻ മടിച്ചില്ല. നിങ്ങളൊക്കെ എന്നെ രാജാവാക്കണം, ഞാൻ രാജ്യം ഭരിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് രാജ്യത്വം കിട്ടുന്ന സന്തോഷം കൊണ്ടല്ല, മറിച്ച് രാജ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും, അരാജകത്വ ദോഷം ഒഴിവാക്കി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. ഇത്ര ദൃഢബുദ്ധിയോടുകൂടി പറഞ്ഞു. ഇവിടെയും ഭരതൻ്റെ പ്രഭാഷണം അവസാനിക്കുന്നില്ല. ഇനി അങ്ങനെ അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി താൻ കാട്ടിലേക്ക് പോകുമെന്ന് വെളിപ്പെടുത്തുന്നതും കാട്ടിലേക്കുള്ള പുറപ്പാടും അതൊക്കെ വളരെ വിസ്തരിച്ചാണ് തുളസീദാസൻ വിവരിക്കുന്നത്. ഇത് ഒരു മണിക്കൂറൊന്നും പറഞ്ഞ് തീരുന്നതല്ല. ഏതായാലും ബാക്കി ഭാഗങ്ങൾ ആ ഭരതൻ്റെ ലക്ഷ്യപ്രഖ്യാപനങ്ങളും ഭരതൻ്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും ഒക്കെ നമുക്ക് സാമാന്യയിൽ കാണാം. കാരണം തുളസീദാസ രാമായണം സാമാന്യന് കേരളീയർ അങ്ങനെ അധികം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ടല്ല. അപ്പോൾ അതിലെങ്ങനെ അതൊക്കെ വർണ്ണിപ്പിക്കുകയോ കേൾക്കുകയോ രസകരമായ സംഗതിയാണ്. അതുകൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്തൊന്നോ രണ്ടോ പ്രഭാഷണം കൊണ്ട് പറയാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.